എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് അവിടെ കയറി വന്നത്? കള്ളുകൂടിയാ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. ഒന്ന് പോവാമേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒന്ന് നിർത്തണ്ട, എന്റെ കണ്ണിലൊരു കരട് പോയിട്ടുണ്ട്. ഒന്ന് നോക്കിയടാ മോനെ, ഒന്ന് ഊതിയേ. നല്ല കീറിണ്ടവൻ. അപ്പൊ നീ പറഞ്ഞത് സത്യമല്ലേ? അല്ല, ഇന്ന് തന്നെ ഞാൻ വെറുതെ കൊടുത്തില്ലടാ. നിന്റെ അപ്പനെ വിളിച്ചോണ്ട് വരട്ടെ, അതുവരെ നീ ഇവിടെ നനങ്ങൻ. Meanwhile, വാറ്റടിച്ചു, ഫുൾ ജാർ വാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണട ജാർ വാറ്റടിച്ചു. ഓ, മോനോട് ചോദിക്കാൻ പറ്റിയ അപ്പൻ. പോളിച്ചയാ, നിങ്ങളുടെ മോനോടെ കള്ളു കുടിച്ചിട്ട് നിക്കുക. പോയി ചോദിക്ക്. ഞാനെന്തിനാ അവനോട് ചോദിക്കുന്നത്? എന്റെ കയ്യിൽ സാധനം ഇരിക്കല്ലേ, അവൻ വേണമെങ്കിൽ എന്നോട് ചോദിക്കട്ടെ. കണ്ടില്ലേ, ഫുൾ ജാർ വാറ്റ് ബെസ്റ്റാ. എന്താ ഒരു ഗൂഢാലോചന? ഗൂഢാലോചനയല്ല, കല്യാണാലോചനയാ. എനിക്ക് കല്യാണോ? മോൾ ഇങ്ങോട്ട് വാ, അപ്പാപ്പൻ പറയാം. വേണ്ടായിരുന്നു. അതെന്താ? അല്ല, എനിക്കിപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്നാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ നിർബന്ധിക്കുവാണെങ്കിൽ എനിക്ക് ഓക്കെ ആണ് കേട്ടോ. നിനക്കല്ല, ഞങ്ങൾ ഈയോടെ കല്യാണക്കാര്യം പറയുമായിരുന്നു. ഇവള് കൊള്ളാലോ. സോഡാക്കോപ്പിയുടെ വലുപ്പം പോലും ഇല്ല. വെറുതെ ആഗ്രഹിച്ച്. ഡൈവോഴ്സ് 2 ദിവസം കൂടെ താമസിക്കുമ്പോഴേക്കും ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാന്നൊക്കെ പറയുന്നത് അത് കുറച്ച് കൂടുതലല്ലേ? ഈ ആ സമയം കൊണ്ട് എങ്ങനെ ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക? അത് സാറേ, ഒരു വണ്ടി നല്ലതാണെന്ന് നോക്കാൻ 1 കൊല്ലം ഓടിക്കണോ? ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാ പോരെ.